ചിലപ്പോൾ വാലറിന്റെ പരസ്യം കയറി വരും അല്ലേ? ഉടനെ സ്വൈപ്പ് ചെയ്യണം, നമ്മളത് എടുത്ത് കളയണം. നമ്മളത് സെർച്ച് ചെയ്യുമ്പോൾ അതിന്റെ സൈഡ് ബാറുകളിൽ ഒരുപാട് ഫ്രീ ആപ്പുകൾ വരും, ഡേറ്റിംഗ് ആപ്പുകൾ. ഇതങ്ങനെയാണ്. ഒറ്റയ്ക്കിരിക്കുകയാണോ, നിങ്ങൾക്കൊരു പെണ്ണിനെ പരിചയപ്പെടേണ്ടതുണ്ടോ, ദാ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തോ. നമ്മുടെ കുട്ടികളോടായി പറഞ്ഞു കൊടുക്കുന്നതേ അത്തരം ആപ്പുകൾ, ഡേറ്റിംഗ് ആപ്പുകൾ. ഡേറ്റിംഗ് ആപ്പ് എന്ന് പറയുന്ന പാച്ച വ്യഭിചാരം ചെയ്യാന്ന് ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഒരു പെണ്ണിന്റെ കൂടെ അങ്ങനെ കൊണ്ടുനടക്കാൻ, അത് 2, 3, 4, 8 മാസം, ചിലപ്പോൾ 5 കൊല്ലം 10 കൊല്ലം കൊണ്ടുനടന്നിട്ട് കഴിഞ്ഞു, നീ പോയിക്കോ, ഞാൻ വേറെ നോക്കട്ടെ എന്ന് പറയും. അതാണ് ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അതൊക്കെ ഇംഗ്ലീഷുകാരൻ തുടങ്ങി വെച്ചു, നമ്മുടെ നാട്ടിലൊക്കെ അത് എത്തിക്കഴിഞ്ഞു. അതാണ് ഇന്റർനെറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അവിടെ ഒരു കൾച്ചറൽ ബാരിയർ ഉണ്ടാവില്ല, എല്ലാവർക്കും ഓപ്പൺ ആണ്. വല്ലാത്ത ഡേഞ്ചറാണ്. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. അത്തരം ആപ്പുകളിലൂടെ നമ്മുടെ മക്കൾ കയറി ചെല്ലും. ആണിന് പെണ്ണും പെണ്ണിന് ആണും ഒക്കെ റെഡിയാന്നൊക്കെ പറഞ്ഞിട്ട് പെയ്ഡും അൺപെയ്ഡും അല്ലാതെയുമായി മനുഷ്യനെ കൊതിപ്പിച്ച് വിവാഹം ആലോചിച്ചിട്ട് പോലുമില്ലാത്ത, ആലോചിക്കാൻ പ്രായമായിട്ടില്ലാത്ത ആണും പെണ്ണും ഇത്തരം സൈറ്റുകളിൽ കയറിയിട്ട് അതിൻ്റെ ഇരകളായി മാറി ശരീരവും മനസ്സും ആത്മാവും പിച്ച് ചീന്തപ്പെട്ടുകൊണ്ട് പിന്നീട് അവർ പുറത്തു വരും, ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ. ഉമ്മയും വാപ്പയും അറിയാതെ അടച്ചിട്ടൊരു റൂമിനുള്ളിൽ ഒരു പെണ്ണിന് തന്റെ ന്യൂഡിറ്റി, തന്റെ ശരീരം വസ്ത്രമഴിച്ചുകൊണ്ട് മറ്റൊരാളിനെ, എവിടെയോ കിടക്കുന്നൊരു മനുഷ്യന് ഇത്ര പേയ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ എന്റെ ശരീരം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പരസ്പരം ന്യൂഡിറ്റി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇത് വളരെ ഡേഞ്ചറാണ്. ആത്മാവിനെ വേദനിപ്പിച്ചുകൊണ്ടാണ് നിന്റെ കണ്ണിനെ നീ സന്തോഷിപ്പിക്കുന്നത്. സങ്കടം കൊണ്ടുവരുന്ന സങ്കടമേ, നിനക്ക് ഇവിടെ സ്വാഗതമില്ല എന്ന് മനുഷ്യന് പറയാൻ കഴിയണം. സങ്കടം കൊണ്ടുവരുന്ന സന്തോഷമേ, നിനക്കിവിടെ സ്വാഗതമില്ല, നിന്നെ ഞാൻ സ്വീകരിക്കുന്നില്ല, നിന്നെ എനിക്ക് വേണ്ട. കാരണം ഈ സന്തോഷത്തിന്റെ പിറകെ എനിക്ക് ആപത്താണ് വരാനിരിക്കുക, എന്റെ ഈമാനാണ് ചോർന്നു പോകുന്നത്. വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ വ്യഭിചരിക്കുമ്പോൾ അവന്റെ ഈമാൻ ഉയർത്തപ്പെടുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണിന് വ്യഭിചാരമുണ്ട്, ആ കണ്ണിന്റെ വ്യഭിചാരം അന്നളറു, നോക്കലാണ് എന്ന് പരിശുദ്ധ റസൂൽ. നാവിന്റെ വ്യഭിചാരമുണ്ട്, നാവിന്റെ വ്യഭിചാരം വൈകാരികമായ വാക്കുകൾ അന്യൊരാളോട്, തനിക്ക് അനുവദിക്കപ്പെടാത്ത ഒരാളോട്, ഒരു പെണ്ണിനോട് ഒരു ആണും ഒരു ആണിനോടൊരു പെണ്ണും അത്തരം വാക്കുകൾ സംസാരിക്കുന്നത് നാവ് കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ്. കയ്യിന് വ്യഭിചാരമുണ്ട്, കാലിനുണ്ട്, കാലുകളെ കൊണ്ട് നടന്നു പോകുന്നതും നടന്നെടുക്കുന്നതും യാത്ര ചെയ്യുന്നതും ബൈക്ക് പിടിച്ചു പോകുന്നതും വാഹനം ഓടിക്കുന്നതും കൈകൊണ്ട് ചെയ്യുന്ന വ്യഭിചാരത്തിലേക്കുള്ള വഴിയാണെങ്കിൽ ആ സമയത്തൊക്കെ മനുഷ്യന്റെ ഈമാൻ കൽബിൽ നിന്ന് ഉയർത്തപ്പെട്ടു പോകുന്നു. അവനിൽ ഈമാനില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബൈക്കെടുത്ത് ഓടാൻ, അവന്റെ കൈ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാറ് കൊണ്ട് ആക്സിലേറ്റർ ചവിട്ടുന്നുണ്ട്, അവിടെ ബ്രേക്ക് ചവിട്ടുന്നുണ്ട്, വാഹനം ഓടിച്ചു പോവാൻ. പക്ഷെ ആ പോകുന്നത് ഒരു തിന്മയിലേക്കാണ്. എന്റെ കാമുകിയെ കാണാനാണ് പോകുന്നത്, കോഴിക്കോട് ബീച്ചിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്ഥലത്തേക്കാണ് പോകുന്നത്, എവിടേക്കാവാം. കാലുകൊണ്ടുള്ള വിഭജനം, ആ യാത്രയിലുടനീളം ഒരു മനുഷ്യന്റെ ഈമാൻ അള്ളാഹു എടുത്തു കളയുന്നു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് കുട്ടികളെ, ട്രെൻഡ്, ലോകത്ത് പല ട്രെൻഡും വരും. കുറെ വന്നു, കുറെ നടക്കുന്നു, ഇനി പല ട്രെൻഡുകളും ഇതിന്റെ പിറകെയും വരും. നമ്മുടെ ട്രെൻഡ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും ഇഷ്ടമാണ്. പുണ്യ റസൂലും അള്ളാഹും ഇഷ്ടപ്പെടുന്നിടത്താണ് നമ്മുടെ ട്രെൻഡ് നിൽക്കുന്നത്. നമുക്ക് പ്രേമിക്കണം, സ്നേഹിക്കണം. ആരെ? തന്റെ ഉമ്മയെ, തന്റെ ഉപ്പയെ, തന്റെ സഹോദരിയെ, തന്റെ സഹോദരനെ, തന്റെ ഭർത്താവിനെ, തന്റെ ഭാര്യയെ. തന്റെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം അത് പവിത്രമായ നിർബന്ധമായ പ്രേമമാണ്. നിങ്ങൾ പ്രേമിക്കണോ? ഭാര്യയെ പ്രേമിക്കണം. പെൺകുട്ടികളെ, നിങ്ങൾക്ക് പ്രേമിക്കണോ? നിങ്ങളുടെ ഭർത്താവിനെ പ്രേമിക്കണം. അവരോട് കൂടെയാവണം നിങ്ങളുടെ ഹാങ് ഔട്ട്സ്. നിങ്ങളുടെ ഡേറ്റിംഗ് നിങ്ങളുടെ ഭർത്താവിന്റെ കൂടെയാ. അത് ഹലാലായ ഡേറ്റിംഗാണ്, മറ്റേത് ഹറാമാണ്. ആൺകുട്ടികൾ മനസ്സിലാക്കണം, പെൺകുട്ടികൾ മനസ്സിലാക്കണം. ഐ ലവ് യു എന്ന് പറയുമ്പോഴത്തേന് വീണു പോകുന്ന കുട്ടികളാപ്പോ, എന്നോട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഈ ചെക്കന് സർവ്വ കുട്ടികളോട് പറഞ്ഞിടക്കില്ല അവന്റെ പണി. അത് ഈ പെൺകുട്ടിക്ക് അറിയില്ലല്ലോ. പഠിച്ചോനെ, എന്നോട് ഇത്രയും കാലം ഒരാൾ പറഞ്ഞിട്ടില്ലല്ലോ.
എൻ്റെ സൗന്ദര്യം കണ്ടെത്തിയ എൻ്റെ മനസ്സിൻ്റെ രാജകുമാരൻ മണ്ണാങ്കട്ട. പച്ചയായ ഹറാമിലേക്ക് മക്കള് വഴുതി വീഴുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്ര സറ്റിലാണ്, എത്ര നിസ്സാരമായിട്ടാണ്. പെൺകുട്ടികളുടെ ഇസ്സത്ത് ഉണ്ടായിരുന്നു നമ്മുടെ മക്കൾക്ക്. ചക്കന്മാരുടെ തോളിൽ ചെന്ന് കൈവിടാ. ആര് കൂടെ പഠിച്ചൊരു ബന്ധേ ഉള്ളൂ, കോളേജിൽ ഒരുമിച്ചുള്ള ബന്ധേ ഉള്ളൂ. അപ്പോഴേക്കും തോളിൽ പിടിച്ച് തോണ്ടി മുടിയിൽ കളിച്ച് കുപ്പായത്തും ഇട്ടുകൊടുത്ത് ആരിത്? ഒരു ബന്ധമില്ലാത്ത പെണ്ണ് ഇവൻ നിന്നൊടുക്കും ചെയ്യാം. പെൺകുട്ടികൾക്കൊരു ഹയാ വേണം, ലജ്ജ വേണം, മോഡസ്റ്റി വേണം, ചേസ്റ്റിറ്റി വേണം, ഓണർ വേണം, ഡിഗ്നിറ്റി വേണം, ഇസ്സത്ത് വേണം. അത് നിങ്ങൾ കളഞ്ഞു കുളിച്ചാൽ ആരും നിങ്ങൾക്കത് തരാൻ പോകുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങളായിട്ട് സൂക്ഷിച്ചു വെക്കേണ്ട, കാത്തുവെക്കേണ്ട നിങ്ങളുടെ അഭിമാനം നിങ്ങളായിട്ട് കളഞ്ഞു കുളിക്കരുത് മക്കളെ. ആൺകുട്ടികളും അങ്ങനെ തന്നെ പൂവാലന്മാരായി പിന്നാലെ നടന്ന് പെൺകുട്ടികളുടെ ജീവിതത്തിന് തടസ്സവും അപകടവും ഉണ്ടാക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു ഉത്തരവാദിത്വം അല്ലാഹു ആണിന്റെയും പെണ്ണിന്റെയും ചുമലിൽ വെച്ചു കൊടുത്തിരിക്കുകയാണ്. ആ ഉത്തരവാദിത്വ നിർവഹണത്തിന് ആണും പെണ്ണും വ്യത്യസ്തമായ 2 ഡ്യൂട്ടികൾ ഈ ലോകത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കണം. വലിയൊരു ദൗത്യമുണ്ട്. ശുദ്ധ റമദാൻ വരുന്നത് ഒരു പുനർവിചിന്തനത്തിന് സഹായകമാവട്ടെ. നമ്മുടെ ജീവിതം ഒന്ന് കഴുകി ശുദ്ധിയാക്കണം. അല്ലാഹു നമുക്ക് ഖൈർ തരട്ടെ. അലാ വസ്തൗസൂ ബിന്നിസാഇ ഖൈറാ. പുരുഷന്മാരെ മുഴുവനും ലോകത്ത് വരാനുള്ള ഒരു കുടുംബജീവിതം ആരംഭിക്കാൻ പോകുന്ന, ആരംഭിച്ചു കഴിഞ്ഞ പുരുഷന്മാരായി ലോകത്ത് നിലനിൽക്കുന്ന മുഴുവൻ ആളുകളോടുമായി പുണ്യ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അന്ത്യപ്രഭാഷണത്തിന്റെ ശകലമാണിത്. അലാ അറിയണേ, വസ്തൗസൂ ബിന്നിസാഇ ഖൈറാ. നിങ്ങളുടെ ആശ്രിതരായി, നിങ്ങളുടെ ജീവിത പങ്കാളിയായി, നിങ്ങളുടെ രഹസ്യമറിയാൻ, നിങ്ങളുടെ കൂടെ പടച്ചതമ്പുരാന്റെ നാമം ചൊല്ലി നിക്കാഹ് ചൊല്ലി നിങ്ങളുടെ കൂടെ വന്ന നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ നന്നായി പരിരക്ഷിക്കണമേ. അവർക്ക് ഇമോഷണൽ പ്രൊട്ടക്ഷൻ കൊടുക്കുക. ശാരീരികമായ പ്രൊട്ടക്ഷൻ മാത്രമല്ല, ഇമോഷണൽ പ്രൊട്ടക്ഷൻ. ഞാൻ നിന്റെ കൂടെയുണ്ട്, നിങ്ങളവരെ വഴിയാധാരമാക്കി പോവല്ലേ. വസ്തൗസൂ ബിന്നിസാഇ ഖൈറാ ഫഇന്നമാ ഹുന്ന ഇൻദകും അവാൻ നിങ്ങളെ ആശ്രയിച്ചു കഴിയുന്നവരാണവർ. അലാ വഹഖുഹുന്ന അലൈക്കും അൻ തുഹ്സിനൂ ലഹുന്ന ഫീ കിസ്വതിഹിന്ന വതആമിഹിൻ. ആ പെണ്ണുങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് പുരുഷന്മാരെ, നിങ്ങളവർക്ക് നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും നല്ല പെരുമാറ്റവും അവർക്ക് നൽകണമേ. ഹബീബാനബി തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി വഅന ഖൈറുക്കും ലിഅഹ്ലി. നിങ്ങളിൽ ഏറ്റവും നല്ലവര് നല്ല ഡിഗ്രി എടുത്തവരാണോ, PhD ഉള്ളവരാണോ, മെഡിസിൻ പഠിച്ചവരാണോ, എഞ്ചിനീയർ ആണോ, ഗൾഫിൽ അത്ര ശമ്പളമുള്ള ആളാണോ? ആരാ നിങ്ങളിൽ ഏറ്റവും നല്ലവര്? ആരാ നല്ലവര്? പുണ്യനബി ഞങ്ങൾ പഠിപ്പിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുറെ നിസ്കരിക്കുന്നവരോ, ചില ആൾക്കാർക്ക് നിസ്കരിക്കാൻ സമയം കിട്ടൂല, അവർക്ക് ഫർളേ പറ്റുന്നുള്ളൂ. അവർ ജോലിക്ക് പോകുന്നവരാ, അവർ ഉറക്കൊഴിക്കുന്നവരാ, അവർക്ക് യാത്ര ചെയ്യേണ്ടി വരും, കുറെ നോമ്പൊൽക്കാൻ അവരെ കൊണ്ട് പറ്റില്ലെന്ന് വരും. ആരാണ് ഏറ്റവും നല്ലവർ? ഒരു മനുഷ്യനിലെ ഗുഡ്നെസ്, ഒരു മനുഷ്യന്റെ നന്മ അളക്കുന്നത് എങ്ങനെയാണ്? റസൂലുള്ളാഹി നമുക്കൊക്കെ ദാവാൻ പറ്റും. ഖൈറുക്കും, the best of you, നിങ്ങളിൽ ഏറ്റവും നല്ലവർ. ഖൈറുക്കും ലിഅഹ്ലിഹി are the best to their wives. സ്വന്തം കെട്ടിക്കൊണ്ടെന്ന പെണ്ണിനോട് നല്ല നിലക്ക് സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുന്ന ഭർത്താവാണ് ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പള്ളി കമ്മിറ്റി ആയിരിക്കും, നമ്മൾ ഉറൂസ് കമ്മിറ്റിയിലുണ്ടാവും, നേർച്ച കമ്മിറ്റിയിലുണ്ടാവും, പഞ്ചായത്ത് കമ്മിറ്റിയിലുണ്ടാവും, പാർട്ടിയുടെ പ്രധാന സാരഥ്യം വഹിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കാം. അതോടൊപ്പം നമ്മൾ നമ്മുടെ വീട്ടിലെ ഏറ്റവും നല്ല ഭർത്താവും നല്ല വാപ്പയുമാവാൻ കഴിയണം. അപ്പോഴേ നമ്മൾ നന്നാവുള്ളൂ. അല്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ നല്ലവരായിരിക്കാം. നമ്മൾ നല്ലവരാകുന്നത് ഖൈറുക്കും ലിഅഹ്ലിഹി, സ്വന്തം ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ്. എന്തുകൊണ്ടാണ് ഈ പ്രേമം വേണ്ടെന്ന് പറയാൻ കാരണം എന്നറിയോ? അത് ഉത്തരവാദിത്വമില്ലാത്ത കളിയാണ്. അത് എപ്പോഴും ഇട്ടേച്ചോടാൻ പറ്റും.
പെണ്ണ് വിചാരിക്കും അല്ലാഹ് ഇനി ഇവന്നെ കെട്ടാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ അവൾ ഉള്ളത് മുഴുവൻ അപ്പുറം അങ്ങോട്ട് കൊടുക്കും. അവന് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ പിന്നെ വേറെ മേച്ചിൽപ്പുറം തേടി പോകും. അത് പുരുഷന്മാരുടെ പ്രകൃതം ബഹുഭൂരിഭാഗം അങ്ങനെയാണ്. പെൺകുട്ടികളുടെ ചിന്തകൾ അങ്ങനെ ആവണമെന്നില്ല. അവർ നിഷ്കളങ്കമായും ആത്മാർത്ഥമായും സ്നേഹിച്ചു തുടങ്ങി അങ്ങനെയൊന്നും ഇപ്പുറത്തെ സൈഡിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല മോളെ. അത് നീ മനസ്സിലാക്കണം. ഇട്ടേച്ചു പോകും. വ്യഭിചാരത്തിൽ നിന്നൊരു കുഞ്ഞ് ജനിച്ചെന്ന് വരും, അതിന് അബോർഷൻ ചെയ്തെന്ന് വരും, അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും അതിനെ ഓവർകം ചെയ്തെന്ന് വരാം. ഹറാമുകൾ ആരംഭിച്ചു കഴിഞ്ഞു. മാനസികമായി തകരും. അവൻ എവിടെയെങ്കിലും ഉപേക്ഷിച്ചു പോയി, ഇനി എനിക്ക് നിന്നെ വേണ്ടാന്നൊരു മെസ്സേജ് കൂടെ വന്നാൽ അവൾ തകരും. ചിലർ ആത്മഹത്യയിലേക്ക് പോകും. ഇനി എനിക്ക് ഒരാളെ സ്വീകരിക്കാൻ കഴിയില്ല, എൻ്റെ മനസ്സിൽ ഒരാൾ കയറിക്കൂടി, ഇനി എൻ്റെ മനസ്സിന് ഒരാൾ ഉൾക്കൊള്ളാൻ ഒക്കെ ശരിയാണ്. കാം ഡൗൺ. റിയാലിറ്റി മനസ്സിലാക്കണം. അതങ്ങനെ സംഭവിച്ചു. ഇവിടെ നിന്റെ ജീവിതം നിനക്ക് പരിശുദ്ധമാക്കാൻ ഇനിയും അവസരമുണ്ട്. തൗബ ചെയ്യ്, അല്ലാഹുവിലേക്ക് മടങ്ങുമോളെ. ഹലാലായ ഒരു ഭർത്താവിനെ നീ സ്വീകരിക്കുക. ഒരു ഭർത്താവ് എന്ന് പറയുന്ന ഉത്തരവാദിത്വമാണ്. ഇറ്റ്സ് എ ഡിവൈൻ കവനൻസ്. പടച്ചതമ്പുരാന്റെ നാമം ചൊല്ലിയുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കലാണ് നിക്കാഹ് എന്ന് പറഞ്ഞ സവ്വജ്തുക വൻകഹ്തുക എന്ന് പറഞ്ഞ് ഖബിൽതു മിൻക നിക്കാഹഹ വതസ്വീജഹ ബിഹാദൽ മഹരി എന്ന് പറയുമ്പോൾ ആ പെണ്ണിൻ അവളിൽ നിന്ന് ജനിക്കുന്ന മക്കളുടെ ഔദ്യോഗിക പിതാവ് ഇവനാണ്. അവളുടെ ഔദ്യോഗിക ഗാർഡിയൻ ഇവനാണ്. അവളെ രക്ഷിക്കേണ്ടത്, അവളെ സംരക്ഷിക്കേണ്ടത്, അവൾക്ക് ഇമോഷണൽ, ഫിസിക്കൽ, ഇക്കണോമിക്കൽ സ്ട്രെങ്ത് നൽകേണ്ടത് ഇവനാണ്, ഈ ഭർത്താവാണ്. ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരു ഭർത്താവിന് കഴിയില്ല. നിക്കാഹ് ചൊല്ലിക്കഴിഞ്ഞാൽ കാമുകന് ഒഴിഞ്ഞുമാറുക എളുപ്പമാണ്. റോഡ് സൈഡിൽ ഇട്ടേച്ചു പോകും. അതുകൊണ്ട് ദീൻ പറഞ്ഞു, നിങ്ങൾ പ്രേമിക്കുകയാണെങ്കിൽ സീരിയസ് ആയിട്ട് പ്രേമിക്കുക. അതിനെ നിക്കാഹ് ചെയ്യാൻ പറഞ്ഞത്. അത് നിക്കാഹിലൂടെയാ. നിനക്ക് പ്രേമിക്കണോ, സീരിയസ് ആയിട്ട് പ്രേമിക്കുക. നിക്കാഹാകുന്നത് വരെ പ്രേമം. നിക്കാഹായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇട്ടേച്ചൂടുക. പിന്നെ ആ കുട്ടിയോട് പാതിരാ നേരം പുലരുന്നവരെ, ആ കുട്ടിക്ക് എക്സാമിന് പോലും പഠിക്കാൻ പറ്റാത്ത വിധം ബുദ്ധിമുട്ടാക്കിയിട്ട് ഫോൺ കോൾ ചെയ്തിട്ട് നേരം വെളുപ്പിച്ച് ഉറങ്ങാൻ പറ്റാണ്ട് കോളേജിൽ പോയി പഠനമൊക്കെ തകരാറിലായി അവസാനം നിക്കാഹാണ് കഴിഞ്ഞപ്പോൾ വിളിയില്ല, വർത്താനമില്ല, തിരിഞ്ഞോക്കലുമില്ല. ഇത് കള്ളത്തരമാണ്. അതുകൊണ്ട് പറഞ്ഞു, നിക്കാഹിന്റെ മുമ്പ് നിങ്ങൾ സംസാരിക്കാൻ നിൽക്കണ്ട. എന്തേ? അതൊക്കെ ബഡായിയാണ്. പലതും പറയാലോ. കല്യാണം കഴിക്കുന്നതിന് മുമ്പല്ലേ നമ്മളെ ഹണിമൂൺ നമ്മൾ ന്യൂയോർക്കിലായിരിക്കും. ഇവിടെ അമേരിക്ക വിസ പോയി സൗദിന്റെ വിസ എടുക്കാൻ വേണ്ടിയിട്ട് ഒപ്പില്ല എന്ന് ഓനും പഠിച്ചവനറിയാം. പക്ഷെ പറയുമ്പോൾ എന്താ പറയാ, നമ്മൾ അങ്ങോട്ടാ പോകുന്നത്, നിന്നെ ഞാൻ അങ്ങനെ കൊണ്ടടക്കും, ഇങ്ങനെ കൊണ്ട്. അതുകൊണ്ട് ദീൻ പറഞ്ഞു, ഈ ബഡായി പറയാൻ വേണ്ടി നിങ്ങൾ വിവാഹത്തിന്റെ മുമ്പ് വർത്താനൊന്നും പറയണ്ട. നിക്കാഹ് ചെയ്തിട്ട് നീ പറയുന്നത് ഉത്തരവാദിത്വമുള്ള വർത്താനമാണ്. അതിന് വിലയുണ്ട്. അത് പറഞ്ഞാൽ മതി. അതിന്റെ മുമ്പ് വെറുതെ എന്തിനായി സ്വപ്നം പറഞ്ഞു കൊടുക്കുന്നത്? എന്തിനായി ഇല്ലാത്തത് പറഞ്ഞ് മോഹിപ്പിക്കുന്നത്? അതുകൊണ്ട് ഇസ്ലാമിന്റെ വീക്ഷണം എത്ര മനോഹരമാണ്. ഒരു പെൺകുട്ടിക്ക് ഉത്തരവാദിത്വമുള്ള ജീവിതം നൽകുക, ആ സംരക്ഷണം ഒരു പെൺകുട്ടിക്ക് ഗ്യാരണ്ടീഡാണ്. അഥവാ അവൻ ഉപേക്ഷിച്ചു പോവുകയാണെങ്കിൽ മഹല്ല് കമ്മിറ്റി ഇടപെടും, പോലീസ് ഇടപെടും, കോടതി ഇടപെടും. വിവാഹം കഴിഞ്ഞാൽ അങ്ങനെയാ. കാമുകന് വല്ലതും ചെയ്യാൻ പറ്റുമോ? കാമുകിക്കും കാമുകനും അങ്ങോട്ട് എന്ത് ഉത്തരവാദിത്വം? കെയർലെസ്. അങ്ങനെ കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന്റെ പിതൃത്വം പോലും ഇവന്റെ പേരിൽ ചേർത്താൻ കഴിയില്ല. ആ കുട്ടിക്ക് ആരുണ്ട് പിതാവായിട്ട്? ആ കുഞ്ഞിനെ ആര് പഠിപ്പിക്കും? ആര് വിദ്യാഭ്യാസം നൽകും? ആര് വിവാഹം ചെയ്തയക്കും? അതുകൊണ്ട് അബദ്ധങ്ങൾ സംഭവിച്ചതിന് ശേഷം കണ്ണു തുറക്കാനല്ല, അബദ്ധങ്ങൾ സംഭവിക്കുന്നതിന്റെ മുമ്പ് കണ്ണു തുറന്നു കാണാൻ. وعلى المولود له رزقهن وكسوتهن بالمعروف. ആർക്കാണോ കുഞ്ഞ് ജനിച്ചത്, ആ കുഞ്ഞിന്റെ വാപ്പ അയാളാണ്. ആ പിതാവിനാണ് അവൾക്കും അവളുടെ മക്കൾക്കും ഭക്ഷണവും പാർപ്പിടവും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ബാധ്യതയുള്ളത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബായ നബി തങ്ങളുടെ ആദ്യത്തെ ഭാര്യയാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ആയിഷ ബി പറയാറുണ്ട്, ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തൊരു പെണ്ണ്.
ഞാൻ കണ്ടിട്ടില്ല ഖദീജ ബീവിയെ. ഇത്രക്ക് എനിക്കൊരു അസൂയ തോന്നിയൊരു പെണ്ണ് വേറല്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുമ്പോൾ ബീവിക്ക് 17 വയസ്സ് 18 വയസ്സ്. ഖദീജ ബീവി വഫാത്തായി പോകുന്നത് എത്രാമത്തെ വയസ്സിലാണ്? 66 വയസ്സാകുമ്പോൾ, 65 കഴിഞ്ഞു. 66 വയസ്സിൽ ബീവി വഫാത്താകുമ്പോൾ ചുവന്ന തൊണ്ണായിരുന്നു, പല്ലില്ലായിരുന്നു, പല്ലുകളൊക്കെ പൊഴിഞ്ഞു പോയിരുന്നു ആയിഷ ബീവിയുടെ റളിയല്ലാഹു അൻഹ. ഹംറാഉ ശിദ്ഖൈൻ മാ ഗിർതു അലാ ഇംറഅത്തിൻ മാ ഗിർതു അലാ ഖദീജ. എന്തിന്? ഖദീജ ബീവി എന്ന തന്റെ ഭാര്യയെ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ അത്രമേൽ സ്നേഹിച്ചിരുന്നു. പ്രേമിക്കണോ? ഭാര്യയെ പ്രേമിക്കാൻ, ഇതാണ് ഇസ്ലാമിന്റെ നിലപാട്. അതിനെ പറ്റിയ ഭാര്യനെ സ്വീകരിച്ചാൽ മതി. ഒരു ഭാര്യ എന്ന് പറയുന്നത്, കല്യാണം നിക്കാഹ് എന്ന് പറയുന്നത്, it is not to find someone perfect. എല്ലാം തികഞ്ഞ ഒരാളെ കണ്ടെത്തുക എന്നതല്ല വിവാഹം. പിന്നെ കണ്ടെത്തിയ ആളിൽ എല്ലാം തികഞ്ഞത് നമ്മൾ അവരാക്കിയെടുക്കുക എന്നതാണ്. It is to make someone you found to be perfect. നമ്മൾ കൊണ്ടുവന്ന ആളെ ഏറ്റവും നല്ലവളായി നമ്മൾ ആക്കിയെടുക്കലാണ്. എല്ലാം തികഞ്ഞ ഒരാളെ കിട്ടലല്ല, അങ്ങനെയൊന്നും കിട്ടൂല. ഒന്ന് അഡ്ജസ്റ്റ് ആകുമ്പോൾ ഇപ്പുറത്ത് വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. തങ്ങൾ പറഞ്ഞു അവർക്കൊരു വളഞ്ഞ എല്ലിന്റെ ഒരു പ്രശ്നം ഉണ്ടാകും. ആദം നബി അലൈഹിസ്സലാമിന്റെ വാരിയെല്ലിന്റെ ഏറ്റവും മുകളിലുള്ളത് നല്ല വളവുള്ളതാ. ആ ഒരു എല്ലിൽ നിന്നാണ് പെണ്ണിനെ അള്ളാഹു പടച്ചതെന്നും അതിന്റെ ചെറിയൊരു പ്രശ്നം അവരുടെ വാക്കുകളിൽ കാണാൻ കഴിയുമെന്നും അവരുടെ ഇമോഷനുകളിൽ അതുണ്ടാകും. ഒരു പെണ്ണെന്ന് പറയുന്നത് പലപ്പോഴും വികാരങ്ങൾ, ദുഃഖവും സങ്കടവും സന്തോഷവും കൗതുകവും ഒക്കെ അവരുടെ ജീവിതത്തിലേക്ക് വരും. അവരുടെ വർത്തമാനത്തിൽ അത് വരും. അതുകൊണ്ടാണ് സാക്ഷി പറയുമ്പോൾ ഒരാണ് വേണ്ടിടത്ത് 2 പെണ്ണ് വേണമെന്ന് പറയാൻ കാരണം എന്തെന്നറിയോ? ഒരു പെണ്ണ് പറയുമ്പോൾ ഇച്ചിരി ചിലതിന്റെ കൂടെ അവരങ്ങ് വെച്ചു കൊടുക്കും. ആ മോനത് ചെയ്യുന്നത് ഞാൻ കണ്ടു എന്നേ പറയേണ്ടതുള്ളൂ. സാക്ഷി ഒരു പെണ്ണ് പറയുന്ന വിചാരിച്ചോ, അവൾ എന്താ പറയുന്നറിയോ? ആ ചെറിയോനെ ഞാൻ മുമ്പേ അറിയണ മോനല്ലേ, ഓനത് ചെയ്യൂലെന്നേ ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ മതി. ബാക്കി പറഞ്ഞതൊക്കെ അവളുടെ ഇമോഷനാണ്. ആ റീഡിങ് ഒരു പക്ഷേ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. അതുകൊണ്ടാണ് 2 പെണ്ണുങ്ങൾ ഒരു ആണിന് പകരം 2 പെണ്ണ് സാക്ഷി പറയണം എന്ന് ശറഅ് പറയാൻ കാരണം ഇമോഷൻസ് അതിന്റെ ഉള്ളിലൂടെ കയറാൻ ഇടയുണ്ട് എന്നതുകൊണ്ട്. എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ ആണ് എന്നും അതിനർത്ഥമില്ല. മാ ഗിർതു അലാ ഇംറഅത്തിൻ മാ ഗിർതു അലാ ഖദീജ. പുണ്യനബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് എനിക്കുണ്ടായ അസൂയ പോലെ ഹബീബിന്റെ ചെറുപ്പക്കാരികളായ മറ്റു ഭാര്യമാരോട് പോലും എനിക്ക് തോന്നിയിട്ടില്ല. അത്രമേൽ എനിക്ക് അസൂയ തോന്നിയ ഹബീബിന്റെ ഭാര്യയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. തങ്ങൾ നബിയാകുന്നതിന്റെ മുമ്പ് പ്രവാചകരല്ലാതെ കേവലം ഒരു മനുഷ്യരായി നിബിതങ്ങൾ ജീവിക്കുന്ന സമയം പുണ്യനിബിതങ്ങൾ വ്യക്തിപരമായി തെരഞ്ഞെടുത്തത് ഒരു കല്യാണം കഴിക്കാനാണ്, ഒരു ഭാര്യയുമായി ജീവിക്കാനാണ്. അതുകൊണ്ടാണ് ഖദീജ ബീവിയെ 25-ാമത്തെ വയസ്സ് നിബിതങ്ങൾക്ക് 40 വയസ്സ് ഖദീജ ബീവിക്ക് 2 പ്രാവശ്യം വിവാഹം ചെയ്യപ്പെട്ട് ഭർത്താവ് മരിച്ചുപോയതിനു ശേഷം പുണ്യനിബിതങ്ങൾ പുനർവിവാഹം ചെയ്തിട്ടുള്ള ഒരു മഹതി. നോക്കണം, അവർ വെർജിനല്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിഡോഡാണ്, ഒരു വിഡോയാണ്. വിവാഹമോചനം ഭർത്താവിന്റെ മരണത്തിലൂടെ സംഭവിച്ച വിവാഹമോചനത്തിലൂടെ ഖദീജ ബീവിക്ക് മുമ്പത്തെ ഭർത്താക്കന്മാരിൽ മക്കളുണ്ട്. ആ ബീവിയെയാണ് 40 വയസ്സ് ബീവിക്ക് പ്രായമുണ്ടായിരിക്കെ മീശ മുളച്ചു വരുന്ന പ്രായമായ നബി തങ്ങൾ 25 വയസ്സ് ഹബീബിന് പ്രായമുള്ളപ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ ഹബീബ് ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് അത് ഹബീബിന്റെ വ്യക്തിപരമായ തീരുമാനമാണ്. 40 വയസ്സാകുമ്പോൾ നബിയാണ്. പിന്നെ നബി തങ്ങൾ കല്യാണം കഴിക്കുന്നത് മുഴുവൻ അള്ളാഹുവിന്റെ ഓർഡറുകളാണ്. സ്വന്തം ഇഷ്ടം ചെയ്യുകയാണെങ്കിൽ നുബുവത്തിന്റെ മുമ്പ് തങ്ങൾ അത് ചെയ്തു. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ 25 വർഷം ഹബീബ് ജീവിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരു കല്യാണം കഴിച്ചില്ല. ബീവി വഫാത്തായതിനു ശേഷമാണ് റസൂലുള്ളാഹി തങ്ങൾ മറ്റൊരു കല്യാണം കഴിക്കുന്നത്. അതുവരെ വേണ്ട. ആരായത്? തങ്ങളെക്കാളും 15 വയസ്സ് മുതിർന്നു. ഒരു 25 വയസ്സുള്ള ഒരാളും 40 വയസ്സുള്ള ഒരു പെണ്ണിനെയും ഒരുമിച്ച് കാണുമ്പോൾ ചിലപ്പോഴെങ്കിലും ഉമ്മയാണോ എന്ന് വെറുതെ
ചോദിച്ചു പോകും അല്ലേ? അതുപോട്ടെ, 5 വയസ്സേറെൻ്റെ ഭർത്താവിനേക്കാൾ അവളൊരു പ്രസവമോ 2 പ്രസവമോ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പെണ്ണുങ്ങളൊന്നും ഇപ്പോൾ ജിമ്മിനൊന്നും പോണ കുട്ടികളൊന്നും അല്ലല്ലോ. ശരീരം തളർന്നു പോകും, അവശമായി പോകും. അപ്പോഴും ചോദിക്കും, ഇതാരാ ചോദിക്കും. ഉമ്മയാണോന്ന് ചോദിക്കാൻ പൂതിണ്ട്, പക്ഷെ അഥവാ പിഴച്ചാലോ എന്ന് വിചാരിച്ചിട്ട് മെല്ലെ ഒന്ന് സ്റ്റെപ്പ് ആരാ? ഭാര്യ. ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടിട്ട് നിങ്ങളെ മോളാണോ എന്ന് ചോദിച്ചാൽ ആ പെണ്ണിന് പെരുന്നാളാണ്. ആ ദിവസം കലണ്ടറിൽ എഴുതി വെക്കും. ആ മനുഷ്യനെ മറക്കൂല. ഓ, എന്നെ മോളാ, നിങ്ങൾക്കല്ലേ എന്നെ പറ്റാത്തത്, നോക്കി കണ്ണു വേണം എന്ന് പറഞ്ഞ് ഭർത്താവിനോടൊക്കെ ഒരൽപ്പം ഒരു ഹുങ്കൊക്കെ കാട്ടാനൊക്കെ തോന്നും അല്ലേ? പെണ്ണുങ്ങൾക്ക് വയസ്സ് കൂടാറില്ല, അത് അങ്ങനെയാണ്. നമുക്ക് 5 വയസ്സ് കൂടുമ്പോൾ അവർക്ക് 1 വയസ്സ് കൂടുള്ളൂ. ആയിക്കോട്ടെ, ആക്കെ സമ്മതിച്ചു കൊടുക്കാം, ഒന്നും കുഴപ്പമില്ല. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു, എൻ്റെ ഖദീജയെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു മനസ്സ് അല്ലാഹു എനിക്ക് തന്നു. റുസിഖ്തു ഹുബ്ബഹാ, I have been bestowed with the love of ഖദീജ. എൻ്റെ ഖദീജയെ സ്നേഹിക്കാനുള്ള ഒരു സ്നേഹം എൻ്റെ ഖൽബിൽ അല്ലാഹു എനിക്ക് തന്നതാണ്. എൻ്റെ ഖദീജ എനിക്ക് അത്രമേൽ ഇഷ്ടമാണ്. ആരെ? തങ്ങളെക്കാളും 15 വയസ്സ് മുതിർന്നിരുന്ന ഖദീജ ബീവിയെ. തങ്ങൾ പറഞ്ഞു, എനിക്ക് 6 മക്കളുണ്ടായി ഖദീജയിൽ. ഇബ്നാനി വ അർബഉ ബനാത്തിൻ, 2 ആൺകുട്ടികളും 4 പെൺകുട്ടികളും എൻ്റെ ഖദീജയിലൂടെ അല്ലാഹു എനിക്ക് തന്ന മക്കളാണ്. പുണ്യനബി തങ്ങൾ പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴേക്കും ഖദീജ ബീവിയുടെ ശരീരം എത്രമേൽ തളർന്നിട്ടുണ്ടായിരിക്കും, അവശമായിട്ടുണ്ടായിരിക്കും എന്നുകൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ പ്രസവം മുഴുവനും ഖദീജ ബീവിയുടെ 40ാമത്തെ വയസ്സിന് ശേഷമാണ്. റുഖയ്യ ബീവി, സൈനബ് ബീവി, റുഖയ്യ, ഉമ്മു കുൽസൂം, ഫാത്തിമ റളിയല്ലാഹു അൻഹ, പിന്നെ ഖാസിം എന്നവരും അബ്ദുള്ള എന്നവരും 2 ആൺകുട്ടികൾ, അവരുടെ ഉമ്മയാണ്. വലഖദ് ഹലകത് قبل أن يتزوجني رسول الله صلى الله عليه وسلم ب3 سنين. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്ന സിദ്ദീഖ തങ്ങളുടെ പ്രിയപ്പെട്ട മോള് അതിസുന്ദരിയായിരുന്ന, സമർത്ഥയായിരുന്ന, ബുദ്ധിമതിയായിരുന്ന, നല്ല അറിവുണ്ടായിരുന്ന, സ്മാർട്ട് എന്ന് നമുക്കിന്ന് പറയാൻ പറ്റുമെങ്കിൽ അവരായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. സിദ്ദീഖ് എന്നവരുടെ മോളാണ്. എന്നെ പുണ്യ റസൂല് കല്യാണം കഴിക്കുന്നതിൻ്റെ 3 കൊല്ലം മുമ്പ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ബീവി മരിച്ച് വഫാത്തായി. ബീവി അന്ത്യവിഷം കൊള്ളുന്ന മക്കയിലാണ്, അറിയാലോ, ജന്നത്തുൽ മുഅല്ലയിൽ. 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ റസൂല് കല്യാണം കഴിക്കുന്നത് തന്നെ. എനിക്ക് ഖദീജ ബീവി അറിയില്ല. ലിമാ കുൻതു അസ്മഉഹു യദ്കുറുഹാ, എൻ്റെ ഖദീജയെ എൻ്റെ റസൂല് ഓർക്കുന്നത് എനിക്ക് ധാരാളം കേൾക്കാമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അസൂയ വരാൻ ഒരു കാരണം. എൻ്റെ ഖദീജയെ പുണ്യനബി ഞങ്ങൾ ഇങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹയെ ഓർത്തിട്ട് ഇങ്ങനെ പറയും, എൻ്റെ ഖദീജ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ, ഒരു നല്ല ഭക്ഷണം വീട്ടിൽ വന്നാലേ ഞങ്ങൾ അപ്പം പറയും, ഓ എൻ്റെ ഖദീജ ഇതൊക്കെ തിന്നാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. ബി വഫാത്തായതിനു ശേഷം ആലോചിച്ച് നോക്കി, ജീവിച്ചിരിക്കുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് നുണയൊക്കെ പറഞ്ഞ് നീ തന്നെയാണ് ലോകസുന്ദരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. മരിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റുമോ? ആ സ്ത്രീ അത് കേൾക്കുന്നില്ല, നമ്മുടെ ഭാര്യ ജീവിച്ചിരിപ്പില്ല. എന്നിട്ട് ഞാൻ ഒരു കാര്യം എൻ്റെ ചേർത്ത് പറയട്ടെ, ഇതുമായി ബന്ധപ്പെട്ടതല്ല, എന്നാലും എനിക്കൊരു കണക്ഷൻ കിട്ടിയതെന്ന് പറയാം. നമ്മളെ അള്ളാഹു നമുക്കൊക്കെ ആയുസ് തരട്ടെ. മരിച്ചു കഴിഞ്ഞാൽ ലേഖനം, അനുസ്മരണ പതിപ്പ്, അനുസ്മരണ സമ്മേളനം, എന്നിട്ട് പറയും നല്ല മനുഷ്യനായിരുന്നു, നിങ്ങൾക്ക് അറിയണോ, എന്നിട്ട് പറഞ്ഞിട്ട് അങ്ങനെ ആ മനുഷ്യൻ ചെയ്ത നന്മകളൊക്കെ പറയും. ജീവിച്ചിരിക്കുമ്പോൾ ഈ സാധുവിന് ഇതൊന്നും ഒന്നും കേൾക്കാൻ നമ്മൾ അവസരം കൊടുക്കൂല. മരിക്കണ വരെ ഉണ്ടെന്നില്ലല്ലോ നമ്മള്. മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയും, ഭയങ്കര അങ്ങനെ പറയാം, അത് വേറെ വിഷയം. ഇതൊക്കെ മഹാസിന മൗത്താക്കും, മരിച്ചവരെ പറ്റി നല്ലതേ പറയാവൂ. പക്ഷെ ആ നല്ലത് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞൂടെ? അയാളെ മുമ്പിൽ പറയണ്ട, ഒരാളെ മുമ്പിലിരുത്തി പറയാൻ പാടില്ല. എന്നാലും ആ മനുഷ്യൻ ജീവിച്ചിരിക്കെ അയാളുടെ അഭാവത്തിൽ അയാൾ ചെയ്ത നന്മകളെ, അയാൾ ചെയ്ത സൽക്കർമ്മങ്ങൾ നമ്മൾ എപ്പോഴെങ്കിലും പറയാറുണ്ടോ? നമ്മൾ പറയാറ്. മരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നോട്ടീസ് ഇറങ്ങും. വാട്സപ്പിലൊക്കെ എഴുതി താഴോട്ട് പോയി 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 കുഴങ്ങും. നമ്മൾ അത്രക്കും ജീവിച്ചിരിക്കുന്ന ഈ സാധുവിന് ഇത് കേൾക്കാനൊരു അവസരം ഉണ്ടായിട്ടുണ്ടാവില്ല. രോഗിയായി കിടന്നിട്ട് 2-2.5 കൊല്ലം കഴിഞ്ഞു, നമ്മൾ പോയി നോക്കിയിട്ടില്ല. ഇനി മരിച്ചാൽ എല്ലാവരും ഒരുമിച്ച് കൂടും. ഗൾഫിൽ നിന്ന് വരെ ആള് വരും.
ജീവിച്ചിരിക്കുമ്പോൾ ആ മനുഷ്യനൊരു മുഖം കാണിച്ചു കൊടുത്ത് പഴയകാല ആ പറമ്പിൽ പന്ത് കളിച്ചിരുന്ന ചങ്ങാതിമാരല്ലേ നമ്മളൊക്കെ എന്ന് പറഞ്ഞ് ഒന്ന് ചെന്ന് നോക്കി ആ മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ. ക്യാൻസർ പിടിപെട്ട് കിടക്കാൻ, രക്ഷപ്പെടുമോ എന്നറിയില്ല. ആ മനുഷ്യന്റെ കണ്ണിന് സന്തോഷം കൊടുക്കാൻ ഇടക്കൊന്ന് പോയി നോക്കുക. ഒന്നും മരിക്കണവരെ കാത്തിരിക്കും. മരിച്ചു കഴിഞ്ഞാൽ രാവിലെ മുതൽ നമ്മൾ അങ്ങനെ ഇരിക്കും. ആയിക്കോട്ടെ, അതും നല്ല കാര്യം തന്നെ. ഇത്തബിഉൽ ജനായിസ്, ജനാസന്റെ കൂടെ പോകണം. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാൻ കഴിയണമെന്നാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ജീവിച്ചിരിക്കുമ്പോൾ നബി തങ്ങൾ ചെയ്തുവെന്ന് മാത്രമല്ല, ബീവി റളിയല്ലാഹു അൻഹ മരണപ്പെട്ടതിന് ശേഷം, ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം, ലിമാ കുൻതു അസ്മഉഹു യദ്കുറുഹാ, ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഓരോരോ നന്മകൾ ഹബീബ് ഇങ്ങനെ പറയാറുള്ളത് ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് ഖദീജ ബീവിയോട് എന്തെന്നില്ലാത്ത അസൂയ തോന്നിയിട്ടുണ്ട്. അസൂയ എന്ന് പറഞ്ഞാല് നമ്മളെ പാടില്ലാത്ത അസൂയല്ല കേട്ടോ, ഒരു ഭാഷയിൽ പറയുന്ന വാക്ക് അത്രേ ഉള്ളൂ. അസൂയ ഒരു കുശുമ്പ് എന്നൊക്കെ പറയില്ലേ, നിങ്ങളിവിടെ എന്താ പറയുക എനിക്കറിയില്ല, അങ്ങനെ പറയുന്നുണ്ട്, ഒരു കുശുമ്പ് തോന്നുന്നതൊക്കെ. വലഖദ് അമറഹു റബ്ബുഹു അൻ യുബശ്ശിറഹാ ബിബൈതിൻ ഫിൽ ജന്നതി മിൻ ഖസബിൻ. എൻ്റെ ഭർത്താവായ ഹബീബായ റസൂലിനോട്, ഹബീബിന്റെ മുൻ ഭാര്യയായിരുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹു ആജ്ഞാപിച്ചു. റസൂലിനോട്, ഖദീജ ബീവിയോട് പറയണേ നബിയേ, അവർക്ക് സ്വർഗത്തിൽ ഒരു വീടുണ്ട്. മിൻ ഖസബിൻ, ഒറ്റമുത്തിനാലുള്ള വീട്. ഖസബ് എന്ന് പറഞ്ഞാൽ അൽ-ലുഅ്ലുഅത്തുൽ വഹീദത്തുൽ കബീറ, വലിയ ഒരു ഒറ്റമുത്തിനാണ് ഖസബ് എന്ന് പറയാ. ഒരൊറ്റ മുത്ത്, അതാണ് വീട്, അതാണ് കൊട്ടാരം. അത്രമേൽ വലിപ്പമുള്ളൊരു മുത്ത്, ഒറ്റമുത്തിനാൽ ഒരു കൊട്ടാരം ഖദീജ ബീവിക്ക് അല്ലാഹു വെച്ചിട്ടുണ്ടെന്ന് നബിയെ ഖദീജയോട് പറയണേ റളിയല്ലാഹു അൻഹാ. അപ്പൊ ബീവി നബി നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പോയിരുന്നു. ഭക്ഷണം ഉണ്ടാക്കി വരുമ്പോഴാ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന്, നബിയെ ഖദീജ ബീവി ഇപ്പൊ നിങ്ങൾക്ക് ഭക്ഷണവുമായി വരുന്നുണ്ട് കേട്ടോ, ഒരു കാര്യം പറയണേ. ഞാൻ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു എന്ന് പറയണേ. മലക്കുകളാണ്, അവർക്ക് ആണും പെണ്ണും എന്ന ജെൻഡർ ഇല്ലാത്തവരാണ് മലക്കുകൾ. മുഅമ്മനൂൻ, അവരിൽ നിന്നൊരു ഫിത്ന ഒന്നും ഉണ്ടാവില്ല, അവര് പ്രേമിക്കാൻ പോകുന്നല്ല, അവർ അല്ലാഹുവിന്റെ മലക്കുകളാണ്. ഞാൻ സലാം പറഞ്ഞു എന്ന് ഖദീജ ബീവിയോട് പറയണേ. പിന്നെ അല്ലാഹു അസ്സലാമു അലൈക്കും എന്ന് ഖദീജ ബീവിയോട് സലാം പറഞ്ഞിട്ടുണ്ട്, അതും ഒന്ന് അറിയിക്കണേ. പിന്നെ ഒറ്റമുത്തിനാലുള്ള ഒരു കൊട്ടാരം ഖദീജ ബീവിക്ക് അല്ലാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ലാ നസബ ഫീഹാ വലാ സുഹബ്, ശാന്തമായ സുന്ദരമായ, ഒരു ബഹളമോ ഒരു അസ്വസ്ഥതയോ തോന്നാത്ത അതിസുന്ദരമായൊരു ഭവനം ഖദീജ ബീവിക്ക് അല്ലാഹു വെച്ചിരിക്കുന്നു. അപ്പൊ ബീവി ഭക്ഷണവുമായിട്ട് ഇങ്ങനെ വരികയാണ് ഹബീബിന്റെ മുമ്പിലേക്ക്. ഈ ഭക്ഷണം എന്നതൊരു വലിയ കണക്ഷനാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുക, ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്. പിന്നെ ആണുങ്ങളോട് പറയണേ, ദയവ് ചെയ്തിട്ട് ഒരു ഉപ്പ് കൂടിയെന്ന് വിചാരിച്ചിട്ടോ എരിവ് ഏറിയെന്ന് വിചാരിച്ചിട്ടോ ഒരു ഭക്ഷണത്തെയും കുറ്റം പറയരുത്. അതിന് ഉള്ളരിഞ്ഞുണ്ടാക്കാനുള്ള പണി നമ്മൾ ഒന്ന് അരിഞ്ഞു നോക്കാത്തത് കൊണ്ടാണ്. ഒരു കറി കുറ്റം പറഞ്ഞ് 2 വാക്കിലൂടെ ഇതെന്ത് കറിയാ എന്ന് പറയാൻ വല്ല പണിയുണ്ടോ? ആ കറിക്ക് അവർ വെള്ളം ചൂടാക്കണം, കൈ പൊള്ളിയിട്ടുണ്ടാവും, ചിലപ്പോൾ കത്തി കയ്യിന് കൊണ്ടിട്ടുണ്ടാവും, ഉള്ളി വേണം, നോക്കുമ്പോൾ നല്ല ഉള്ളി ഒന്നും കിട്ടുന്നുണ്ടാവില്ല, അയൽപക്കത്ത് തൽക്കാലം ഒന്ന് വടക്കല്ലല്ലോ എന്താ പറയാ, അവരൊന്ന് വായ്പക്ക് വാങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ എന്തൊക്കെ കഷ്ടം. അതിൻ്റെ അടുത്ത് കുട്ടി കരഞ്ഞ്, അപ്പോഴേക്ക് കുട്ടീൻ്റെ ഡയാപ്പർ പാമ്പേഴ്സ് മാറ്റി കൊടുക്കാൻ, അപ്പോഴേക്കും ഒരാൾ ബെല്ലടിച്ചു, ഇതാന്ന് റെസിപ്റ്റ് കയറ്റി വന്നിട്ട് ഇവരൊക്കെ ഇതിൻ്റെയൊക്കെ ഇടയിലാണ് വരുന്നുണ്ട്. അപ്പം ഇച്ചിരി ഉപ്പിട്ടോ ഓർമ്മല്ലാണ്ട് ഇച്ചിരി ഉപ്പ് ഏറിട്ട് പോയിട്ടുണ്ടാവും. നമ്മൾ ജുമ കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഒരു വല്ലാത്ത വിശപ്പാണ്. അങ്ങനെ ഖത്തീബ് ഉസ്താദ് മിമ്പറുമ്മ കയറി പിന്നെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നല്ലേ, അപ്പം അടങ്ങിയിരിക്കുമ്പോൾ വയറ്റിലെ കാര്യം പിന്നെ ഓർമ്മ വരിക. അതാണ് ജുമ കഴിഞ്ഞാൽ വല്ലാത്ത, വേറൊന്നും ചിന്തിക്കാനില്ലല്ലോ, അടങ്ങിയിരിക്കണ്ടേ, ഫോൺ നോക്കാൻ പാടില്ല. ഖത്തീബ് ഉസ്താദ് മിമ്പറുമ്മ ഖുത്ബ ഓതുമ്പോൾ ഖുർആൻ ഓതാൻ വരെ പാടില്ല, ദിക്റെല്ലാം വരെ പാടില്ല എന്നാണ്. അൻസിത്തു, മിണ്ടാതിരുന്ന് കേൾക്കണം. അപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ടോ, വിശപ്പുണ്ടോ, വിശപ്പൻ ഈ ഓർമ്മയിലാണ് ഓടുന്നത്. അപ്പോൾ പിന്നെ ചെല്ലുമ്പോഴേക്കും ഭക്ഷണം കിട്ടണം. അതാ ജുമ കഴിഞ്ഞാൽ പിന്നെ വലിയ ക്ഷമ ആർക്കും ഉണ്ടാവില്ല. ഇനി റമദാൻ വന്നാൽ ഭയങ്കര ക്ഷമയായിരിക്കും അല്ലേ? റമദാൻ ഇപ്പോൾ അങ്ങനെ അക്ഷമ കാണിക്കുന്നുണ്ടോ? നമ്മളെ മൈൻഡാണ് വിഷയം. റമദാനിൽ വരെ ഒരു രക്ഷയില്ല, നോമ്പ് തുറക്കാൻ നേരാവാതെ അപ്പം മടങ്ങിയിരിക്കും. ആ ഭക്ഷണം അവർ വിളമ്പിത്തരും, ഇച്ചിരി നേരം വൈകും, എന്തെങ്കിലും കുഴപ്പം അപ്പം കുറ്റം പറഞ്ഞു ചെയ്യരുത്. ഭക്ഷണം നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്ന ഒരു സംഗതിയാണ്. നല്ല റെസ്റ്റോറൻറ്റുകൾക്ക് ഒരു ഡെക്കറേഷനും പരസ്യം വേണ്ട, ആൾക്കാർ അങ്ങോട്ട് ഓടിയെത്തും. ചിലപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ ബെഞ്ചൊക്കെ ആയിരിക്കും, എന്നാലും എന്താ തിരക്ക് എന്ന് പറയും. ഇപ്പുറത്ത് ലക്ഷറി ആയിട്ട് ഏസിട്ട് വെച്ചിട്ട് ഒരു മനുഷ്യൻ കയറുന്നുണ്ടാവില്ല. എന്തേ? ഭക്ഷണം ചാതില്ലാന്ന്, സ്വാദില്ല എന്ന് പറയും അല്ലേ? ഭക്ഷണം മനസ്സിനെ ആകർഷിക്കുന്നൊരു സംഗതിയാണ്. നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന വീട്, ആ വീട്ടുകാര്
ആ നാട്ടുകാർ അവരോടൊക്കെ വല്ലാത്തൊരു ഇഷ്ടം തോന്നും അല്ലേ? ഇപ്പൊ ടയറൊക്കെ അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്? ടയറൊക്കെ ഇട്ട് നാട്ടിൽ ഗൾഫിലേക്ക് പോവാണല്ലേ? ഗൾഫിലേക്ക് ടയർ എക്സ്പോർട്ട് ചെയ്യാണ് നമ്മൾ. MRFന്റെ ടയറല്ല, നമ്മുടെ തൊട്ടിൽപ്പാലത്തെ കുറ്റ്യാടിയിൽ ടയർ. അൽഹംദുലില്ലാഹ്. അപ്പൊ അതിന്റെ കൂടെ കറിയൊക്കെ കൊടുത്തയക്കും. എന്തോ ഒരു സന്തോഷം. നീ എന്തേ കൊണ്ടുവന്നു? അതുവരെ വയറ് നിറച്ച് തിന്നോനും ഗൾഫിൽ നിന്ന് വന്നു എന്ന് പറയുമ്പോൾ ഇറച്ചി മത്തലൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പോയി അടിക്കും അല്ലേ? അതൊരു ഇഷ്ടമാണ്. ഭക്ഷണം എന്നത് നമ്മുടെ ഒരു വികാരമാണ്, നമ്മുടെ അതൊരു രസമാണ് അല്ലേ? അൽഹംദുലില്ലാഹ്. ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു വീട്ടിൽ പോയി. വയനാട്ടിലായിരുന്നു ഇന്നലെ. അപ്പോൾ രാത്രി 11 മണിക്ക് ഞങ്ങളുടെ സുഹൃത്ത് കാണണമെന്നൊക്കെ സന്തോഷം പറഞ്ഞു. പരിപാടി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. രാത്രി 12 മണി വരെയൊക്കെ എത്തിയപ്പോഴേ അപ്പോൾ അവിടെ ഇച്ചിരി ബീഫ് എന്തോ റെഡിയാക്കി വെച്ച്, പിന്നെ ഓരോ ഫ്രൂട്ട്സും അതൊക്കെ വെച്ചിട്ടുണ്ട്. അത് വെറുതെ അതിൽ ഒരു ഉണ്ണിയപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ബീഫ് ആകുമ്പോഴേക്ക് പഴംപൊരിയാണല്ലോ വേണ്ടത്, അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഉണ്ണിയപ്പാണ് വയനാട്ടിലെ ട്രെൻഡ് എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ വെച്ച് ഇങ്ങനെ കഴിച്ചു. ഇച്ചിരി രാത്രി ഭക്ഷണം കഴിക്കാറ് കുറവാണ്. അപ്പോൾ ഏതായാലും ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ഡയറ്റാണ്, നമ്മൾ അതാണ് പറയാൻ പറ്റില്ലല്ലോ. ആ വീട്ടുകാരുടെ സന്തോഷത്തിന് ഒക്കെ കഴിഞ്ഞു പോകുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുണ്ട് ഷാഫി പറഞ്ഞു, ഉസ്താദേ 11 മണിക്ക് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ വിഷാണെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഈ പറഞ്ഞ മഹാൻ എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച ആളാണ്. ആ സമയത്തൊന്നും പറയാതെ റൂമിലേക്ക് എത്താൻ നേരത്തെ പറയണത് 11 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ അത് വിഷമാണ്. പക്ഷെ നമ്മൾ കഴിച്ചു പോവും. അത് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം നമ്മൾ കാണുമ്പോൾ നമ്മൾ കഴിച്ചു പോകും, ഇച്ചിരിയാണെങ്കിലും അല്ലേ? അപ്പം നമ്മൾ ടൈം തെറ്റിയിട്ടുണ്ടെന്നോ ഡയറ്റാണെന്നോ അതൊന്നും നമ്മൾ നോക്കുന്നില്ല. എന്തേ, നമ്മുടെ മനസ്സിന് അത്രമേൽ സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണത്. പുണ്യനബി തങ്ങൾ പറഞ്ഞു, തങ്ങൾ ഒരു ഭക്ഷണത്തെയും തങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല. ഒരു ഭക്ഷണത്തെയും നബി തങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല ജീവിതത്തിൽ, ഒരു ഭക്ഷണത്തെയും. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ തങ്ങളത് തിന്നും, തങ്ങൾ ഇഷ്ടപ്പെട്ടില്ലേ തങ്ങളത് തിന്നൂല. ഉടുമ്പ് കൊണ്ടുവന്നു തങ്ങളുടെ തീന്മേശയിൽ. തങ്ങളുടെ ബനീ ഹിലാൽ ഗോത്രത്തിലെ ഒരു പെണ്ണ് തങ്ങൾക്കൊരു ഉടുമ്പിനെ പൊരിച്ചു കൊണ്ടുപോയി കൊടുത്തു. ഉടുമ്പില്ലേ? അപ്പൊ തങ്ങളത് കഴിക്കുന്നില്ല. അപ്പൊ ഖുറൈശികൾ അത് കഴിക്കാറില്ലായിരുന്നു. അപ്പൊ തങ്ങൾ പറഞ്ഞു, ഇതെന്റെ നാട്ടിൽ ഞാൻ കഴിക്കാത്തതാണ്, അതുകൊണ്ട് ഇന്നി ആഫുഹ, എനിക്കത് വേണ്ടാന്ന് തങ്ങൾ പറഞ്ഞു. അപ്പൊ ഒരു സ്വഹാബി, നബി അത് ഹറാമാണോന്ന്, ഉടുമ്പ് ഹറാമാണോന്ന് ചോദിച്ചു. പൊന്നാര ചങ്ങാതിമാരെ, ഇത് പോലീസ് പിടിക്കൂല്ലേ എന്ന് എനിക്കറിയില്ല, ഞാൻ മസല പറഞ്ഞിരുന്നത്. അത് തങ്ങൾ പറഞ്ഞു അത് ഹറാമല്ല. കേസും കൂട്ടം പോലീസ് സ്റ്റേഷനുകൾ നോക്കേണ്ടി വരും. ഞാൻ മസല പറയണത് ഹറാമാണോ ഹറാമല്ല. ഇതങ്ങോട്ട് പറഞ്ഞപ്പോ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ആ ഉടുമ്പിനെ ഇങ്ങോട്ട് വലിച്ചിട്ട് ഒറ്റയ്ക്ക് മുഴുവൻ കഴിച്ചു എന്നാ. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഇഷ്ടപ്പെട്ടില്ല, തങ്ങൾ കഴിച്ചില്ല. തങ്ങൾ ഇതെന്താ അങ്ങനെയൊന്നും തങ്ങൾ പറയൂല. ഇഷ്ടപ്പെട്ടില്ലേ തങ്ങൾ കഴിക്കൂല. അപ്പൊ അവർ ചോദിച്ചു ഹറാമാണോ? തങ്ങൾ പറഞ്ഞു ഹറാമല്ല, പക്ഷെ എനിക്ക് എന്റെ നാട്ടുകാർ ഖുറൈശികൾ അത് കഴിക്കാറില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു യോദ്ധാവാണ്, സൈഫുല്ലാഹിൽ മസ്ലൂൽ, അല്ലാഹുവിന്റെ വാളെന്നറിയപ്പെടുന്ന മഹാൻ, അതെടുത്ത് കഴിച്ചു എന്നാണ് റളിയല്ലാഹു തആല അൻഹു. മാ ആബ റസൂലുള്ളാഹ്, ഹി നെവർ കംപ്ലൈൻസ് ഓഫ് എനി ഫുഡ്. ഒരു ഭക്ഷണവും നമ്മൾ എന്തെങ്കിലും നമുക്ക് അഭിപ്രായം പറയാം, കുറ്റം പറയാം, ഇതെന്ത് ഭക്ഷണം അങ്ങനെ പറയരുത്. അടുത്ത പ്രാവശ്യം ഉപ്പൊക്കെ ഒന്ന് കുറച്ചാൽ നന്നായിരിക്കും കേട്ടോ എന്ന് പറയാം. എരിവിച്ചിരി കൂടുന്നുണ്ടോ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വയറിനൊക്കെ നല്ലതല്ലേ, ഇച്ചിരി നോക്കണേ, ബാക്കിയൊക്കെ റെഡിയാണ്, ഉഷാറാണ് എന്ന് പറയാം, അഭിപ്രായം പറയാം. പക്ഷെ കുറ്റം പറയരുത്. അത് കാരണം അത് ഉണ്ടാക്കി വെക്കുന്ന മനുഷ്യനുണ്ടാക്കുന്ന വേദന, അത് ആണായാലും പെണ്ണായാലും ഭയങ്കര വേദനയായിരിക്കും. അതുണ്ടാക്കുന്ന ആളുകളുടെ വിഷമം നമ്മൾ കാണണം. അത് റെസ്റ്റോറൻറ്റ് പോയിട്ടും എന്തായാലും പൈസ കൊടുക്കേണ്ടി വരും. മുണ്ടാണ്ട് പോവുക, അടുത്ത പ്രാവശ്യം വരണ്ട. അവിടെ ചെന്നിട്ട് തട്ടിക്കയറരുത്, എന്ത് ഫുഡാണ് അങ്ങനെയാണ് പറ്റിയിട്ടില്ലേ, ആരങ്ങോട്ട് വിളിച്ചെടുത്ത് നമ്മൾ പോയി കഴിച്ചതല്ലേ. അപ്പൊ അവരുടെ ബില്ല് വാങ്ങിച്ച് കൊടുക്കുക, പിന്നെ പൊയ്ക്കോ. കുറ്റം പറയരുത്. ഇത് മുസ്ലിമിന്റെ ഒരു സംസ്കാരമാണ്. പുണ്യനബി തങ്ങളത് വീട്ടിൽ നിന്ന് തുടങ്ങി. ഒരാളോടും ഒരു ഭക്ഷണവും ഹബീബ് കുറ്റം പറഞ്ഞില്ലെന്നാണ് സല്ലല്ലാഹു. പെണ്ണുങ്ങൾക്കൊന്ന് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇന്നത്തെ വേള. പറഞ്ഞു കൊടുക്കും, മൂല്യരെ പറഞ്ഞു കൊടുക്കുക, നമ്മൾ വീട്ടിലൊക്കെ തന്നെ പ്രശ്നം എന്നൊക്കെ ചിലപ്പോൾ ഉള്ളിൽ അവർ പറയുന്നുണ്ടാവും. അങ്ങനെ കുറ്റം പറയുന്നവരുണ്ടാ? ഇന്നു മുതൽ പറയണ്ട. ആ അന്നത്തെ കള്ളാട്ട വേള മുതൽ പിന്നെ കുറ്റം പറഞ്ഞിട്ടില്ല എന്ന് കേൾക്കണം. അൽഹംദുലില്ലാഹ്. ഓക്കെ, അന്ന് വിചാരിച്ച പെണ്ണുങ്ങളെ എന്തെങ്കിലും മുളവെള്ളം കുത്തിക്കലക്കി കൊടുക്കും വേണ്ടേ, മര്യാദക്ക് ഉണ്ടാക്കി കൊടുക്കണേ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖദീജ റളിയല്ലാഹു അൻഹ ഭക്ഷണവുമായി വരുമ്പോഴാണ് ഈ സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം, അവർക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഇൻകാന
ലയദ്ബഹുശ്ശാത്ത്, ഹബീബായ നബി തങ്ങൾ ചിലപ്പോഴെങ്കിലും ആടിനെ അറുക്കുമായിരുന്നു. നബി തങ്ങൾ ആടിന്റെ മാംസം കിട്ടുമ്പോ ثم يهدي في خلتها منها, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികളുടെ വീട് നോക്കിയിട്ട് അതിന്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തുകൊണ്ട് തങ്ങൾ പറയും, ഇത് ഖദീജയുടെ ആ കൂട്ടുകാരിക്ക് കൊണ്ടുപോയി കൊടുക്ക്, ഇത് ഖദീജയുടെ ഈ കൂട്ടുകാരി കൊണ്ടുപോയി കൊടുക്ക്. തങ്ങൾക്ക് അവരറിയാം. തന്റെ ഭാര്യയുടെ കൂട്ടുകാരികളുമായി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണം എന്നതിന് അർത്ഥമല്ല കേട്ടോ, അങ്ങനെയൊന്നും ചിന്തിക്കരുതേ. മഅദല്ലാഹ്, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികളെ നബി തങ്ങൾക്കറിയാം. അതുകൊണ്ട് തങ്ങൾ പറയും, അവരുടെ വീടുകളിലേക്ക് ഇത് കൊണ്ടുകൊടുക്കണേ എന്ന്. വീട്ടിലേക്ക് കൊണ്ടുവന്ന മാംസത്തിൽ നിന്ന് ഓരോരോ അംശങ്ങൾ ബീവിയുടെ കൂട്ടുകാരികളെ നബി തങ്ങൾ കൊണ്ടുപോയി കൊടുക്കും. ഇതെപ്പോഴെന്നറിയോ? ബീവി വഫാത്തായതിനു ശേഷവും. ബീവി ജീവിച്ച് ഖദീജ ബീവി ഇത് കാണുന്നുണ്ടോ? ആലമുൽ അർവാഹിൽ അത് കാണുന്നുണ്ടാകാം. അല്ലാഹുവിന്റെ ഹബീബ് ബീവിയോടുള്ള പ്രതിബദ്ധതയെ, ആ സ്നേഹത്തെ നബി തങ്ങൾ കാണിച്ചു തരാൻ. ഇതാണ് പ്രേമം, ഇതാണ് സ്നേഹം, ഇതാണ് സ്നേഹം. അല്ലാതെ നിങ്ങൾ ഫേസ്ബുക്കിൽ രണ്ട് ഇമോജി വിടലല്ല സ്നേഹം. സ്നേഹം എന്ന് പറയുന്നത് ഇതാണ്, ഖൽബിൽ നിന്ന് ഖൽബിലേക്ക്, റൂഹിനോട് ശരീരത്തോട് മാത്രമല്ല ആത്മാവിനോട്, ആ വ്യക്തിയോടുള്ള സ്നേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾക്ക് ആരെങ്കിലും ഒരു ഗിഫ്റ്റ് കൊണ്ടുപോയി കൊടുത്താൽ, ഇദ്ഹബൂ ഇലാ ഫുലാന ഫഇന്നഹാ കാനത് സദീഖതൻ ലിഖദീജ, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, ഒരു ഭക്ഷണം അൻസ്വാരികൾ കൊണ്ടുപോയി കൊടുത്താൽ തങ്ങൾ ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല. എന്നാൽ തങ്ങൾ പറയും, വീട്ടുകാരുടെ ആവശ്യം കഴിഞ്ഞ് തങ്ങൾ പറയും, ഇതിൽ നിന്ന് ഒരൽപ്പം ആ ഇത്താക്ക് കൊണ്ടുപോയി കൊടുക്കണമേ. എന്തുകൊണ്ട്? കാനത്ത് സ്വദീഖതൻ ലിഖദീജ, എന്റെ ഖദീജയെ ഇഷ്ടപ്പെട്ടിരുന്ന ഖദീജയുടെ കൂട്ടുകാരിയാണവര്. ഇതൊക്കെ പറഞ്ഞപ്പോഴേ ഒരു പെണ്ണിനോടും തോന്നാത്ത അസൂയ എനിക്ക് ഖദീജ ബീവിയോട് തോന്നിയിട്ടുണ്ട് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ബീവി പറഞ്ഞു, പൊന്നാര നബിയേ, മാ തുരീദു മിംറഅത്തിൻ ഹംറാഇ ശിദ്ഖൈൻ വഖദ് അബ്ദലക അല്ലാഹു ഖൈറൻ മിൻഹാ. പൊന്നാര നബിയേ, മോണകൾ ചെമന്ന് പോയി, പല്ലുകൾ കാണാനില്ലാതെ ചെമന്ന മോണകൾ, മോണ മാത്രമുള്ള പല്ലില്ലാതെ മോണ മാത്രമുണ്ടായിരുന്ന ഒരു പെണ്ണിന് ഇത്രമേലങ്ങ് സ്നേഹം കൊടുക്കണമോ? വഖദ് അബ്ദലക അല്ലാഹു ഖൈറൻ മിൻഹാ, ആ മഹദിയേക്കാളും എത്രയോ മുന്തിയ പെണ്ണിനെ അല്ലാഹു നിങ്ങൾക്ക് പകരം തന്നിട്ടില്ലയോ ഭാര്യയായിട്ട്? അതായത് ഞാൻ ആയിഷ ബി പറഞ്ഞില്ല, ബി ഉദ്ദേശിച്ചത് അതാണ്. ഞാനിവിടെ ഉണ്ടായിരിക്കെ, വളരെ യങ് ആയിരിക്കെ, എനർജറ്റിക് ആയിരിക്കെ, വളരെ ബ്യൂട്ടിഫുൾ, പ്രെറ്റി, ഫെയർ, ഇത്രയും ഭംഗിയുള്ള സൗന്ദര്യം അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ടല്ലോ. ചെറുപ്പക്കാരിയായ, പ്രായം കൊണ്ട് ചെറുപ്പമായ ഞാൻ അങ്ങയുടെ കൂടെ ഉണ്ടായിരിക്കെ മോണകൾ ചെമന്ന് പല്ല് പൊഴിഞ്ഞു പോയി പ്രായം കൊണ്ടും മരിച്ചുപോയ ഒരു പെണ്ണിനോട് നബിയേ നിങ്ങൾ ഇത്രത്തോളം സ്നേഹം കാണിക്കണമോ? ഞാൻ പറയുന്നത് കുറച്ച് യുക്തിവാദികൾ ഈ ഹദീസൊക്കെ ഒന്ന് കേൾക്കണം. വെറും ആയിഷ ബീവിന്റെ കഥ മാത്രമേ അവർ പഠിച്ചിട്ടുള്ളൂ. അപ്പുറമുള്ള ആവശ്യമുള്ളതല്ലേ, അവർക്ക് ആവശ്യമുള്ളത് ഇപ്പുറത്തേക്ക് മറിച്ചു നോക്കുക പോലുമില്ല. യുദ്ധങ്ങളുടെ ആയത്തോളൊക്കെ അതിന്റെ ആ ആയത്തിന്റെ ഇപ്പുറം നോക്കിയാൽ തന്നെ മനസ്സിലാകും അത് നാട്ടുകാരെ കൊല്ലാനുള്ള ആഹ്വാനമല്ല ഈ പറയുന്നത്, അത് യുദ്ധ സാഹചര്യത്തിൽ ഇറങ്ങിയ. പക്ഷെ നോക്കൂല എന്ന പോലെ ആയിഷ ബീവിനെങ്ങനെ പൊന്നാര ചങ്ങായന്മാരെ, ആയിഷ ബീവിക്ക് ഒരു പരാതിയില്ല, പിന്നെ എന്തിനാ നിങ്ങൾ ഇവിടെ കിടന്ന് പോകേണ്ട കാര്യം? ബീവി റളിയല്ലാഹു അൻഹ എൻ്റെ റസൂൽ എനിക്ക് മാത്രം വേണമെന്നാ പറയും. നിങ്ങൾ പറയുന്നത് ഏജ് ഡിഫറൻസ് അല്ലേ? ആയിഷ ബീവിക്കില്ലാത്ത പരാതി എന്തിനാ കൂട്ടരെ നിങ്ങൾ കാണിക്കണേ? ബീവി പെറ്റീഷൻ കൊടുത്തോ പോലീസ് സ്റ്റേഷനിൽ? എൻ്റെ റസൂലിന് പ്രായം കൂടുതലാ, എൻ്റെ വാപ്പ നിർബന്ധം. ആയിഷ ബീവി എന്താ, എൻ്റെ റസൂൽ എനിക്ക് കിട്ടണം, വേറെ ആരുടെ പോകാൻ പാടില്ല. എന്നിട്ട് ബീവി പറയാ, എൻ്റെ മടിയിൽ തലവെച്ചുകൊണ്ടാണ് ഹബീബ് വഫാത്തായത്, അത് എൻ്റെ ഭാഗ്യമാണ്. അങ്ങനത്തെ ഒരു പെണ്ണ് നിങ്ങൾ ഇവിടെ ശ്രീ സ്വാതന്ത്ര്യം പറഞ്ഞ ഒച്ചപ്പാടുണ്ടാക്കണമല്ലോ, വേറെ എന്തൊക്കെ ഇവിടെ പ്രശ്നങ്ങളാണ്, അതിൽ കടപെട്ടൂടെ? ആയിഷ ബീവിൻ്റെ വിഷയം വലിയ ചർച്ച, കുറെ ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി മാറിയിരിക്കണം ഇപ്പം അല്ലേ? ഇസ്ലാമിനെ കുറച്ച് ഇപ്പം അതിന് രസമല്ല. എപ്പോഴും തന്നെ പറഞ്ഞു, നമ്മൾ പിന്നെ ഭയങ്കര ക്ഷമൻ്റെ ആൾക്കാരായതുകൊണ്ട് നമ്മൾ കേൾക്കാതെ നിന്നതുകൊണ്ട് അവർ തോറ്റത്. ഇതിനൊക്കെ ഒച്ചപ്പാടുണ്ടാക്കാൻ നിന്നാൽ എന്തൊക്കെ പറയേണ്ടി വരും? ഓരിപ്പം മിണ്ടാണ്ടായിപ്പോയി, എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നായിക്കോട്ടെ, പഠിക്കും മക്കളെ. ഖദീജ ബീവിയെ കുറിച്ച് പഠിക്കുക. അവരല്ലേ നബി തങ്ങളുടെ കൂടെ ഏറ്റവും കൂടുതൽ ജീവിച്ച മഹദി. ആയിഷ ബീവി ഹബീബിന്റെ കൂടെ ജീവിച്ചത് 6 കൊല്ലത്തേ ഉള്ളൂ. ബാക്കി 25 കൊല്ലം ജീവിച്ച ഭാര്യ ഖദീജ ബീവി. അവരുടെ ചരിത്രം പറയേ.